അച്ചുട്ടിയേ ചൂടോളം എടുക്കുമോ? നല്ല വേദനിക്കുണ്ടായിരുന്നോ? നടന്നു വന്നിട്ടാ? പേര് വയ്ക്കാനെന്ന് ക്യാരറ്റും ബീട്രൂട്ടും ആണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ബീട്രൂട്ട് നോക്കിയൊക്കെ ഈ പുഴുവിനല്ലേ കാണലേ ഇല്ല. ആദ്യം ഈ പുഴു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതിനെന്താ പറയുക? തേരട്ടാന്ന് പറയുക. ഇതിനെന്തോ ഇത് ഏട്ട ഇതും തേരട്ട പോലെ ചുരുളി ഒരു കോലെടുത്ത് കാണിക്ക്. പക്ഷെ ഉപദ്രവം ഒന്നും ഇല്ല കേട്ടോ അതിനെ കൊണ്ട്. നമ്മൾ അതിനെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കേണ്ടി വരും. അതിനെ പറയണ അതിനെ കൊണ്ട് ഒരു ഉപദ്രവം ഇല്ല കേട്ടാ. ഇന്ന് രാവിലെ നല്ല മഞ്ഞായിരുന്നതാണ്ടോ. അപ്പം മഞ്ഞും ചോറ് തോനേകി എന്താണ് കൈ പലകുണ്ടായിട്ട് എന്താ കൈയും കൊണ്ട് അരിയെന്ന് വിചാരിക്കണ്ടാവില്ലേ? എനിക്ക് കൈയും കൊണ്ട് അരിയുമ്പോഴേ സ്പീഡ് കിട്ടുള്ളൂ. അമ്മൂൻ്റെ പനി കുറവായിട്ടില്ല കേട്ടോ. ഈ ഒരാഴ്ച അമ്മൂന് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല തോന്നുന്നുണ്ട്. നാളെയും കൂടി അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ഏകാദശി വിളക്കിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടാണ്. ഇന്ന് മുതൽ ഓരോ കലാപരിപാടികളുണ്ടാവും. എനിക്കാണ് വ്യാഴാഴ്ചയില്ലേ ഞാൻ അറിഞ്ഞില്ലല്ലോ. 1-ാം തീയതിയാണ് പരിപാടിയിലെ കുഞ്ഞാ. കിച്ചോട്ടനെ അപ്പുറത്ത് കിടക്കും കൊണ്ടേ അവനെ പോയി വിളിക്കണം. എന്ത് ബിസ്ക്കറ്റ് മാങ്ങഞ്ചി ഉണ്ട് കേട്ടോ. മാങ്ങഞ്ചി അച്ചാറിടാൻ. അതൊന്ന് അച്ചാറിടണമെങ്കിൽ അത് നുറുക്കണം. എങ്ങനെ സമയം പോണത് എന്നറിയില്ല കേട്ടോ. സമയേ ഇല്ല. രാവിലെ ആവണോ വൈകുന്നേരം ആവണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും എന്താ ഇപ്പം അത്ര പണിയെന്ന്. പക്ഷേ എന്താ പണി ചോദിച്ചാൽ അറിയില്ല. പണി നടക്കൊണ്ടുള്ള പണികളപ്പോൾ ഇത്ര തന്നെ പണിയൊന്നുമില്ലല്ലോ. എന്ത് പണിക്കാരുടെ കൊണ്ടുള്ള പണിയെന്ന് പറയാം. അപ്പോൾ എന്താ 5 പേരുണ്ട്. അപ്പോൾ രാവിലെ അവർക്ക് കഴിക്കാൻ എന്താ റവയും സേമിയോ ഒക്കെ ഇട്ടിട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുട്ടാ. അതും പഴവും വാങ്ങിയാൽ മതിയല്ലോ അല്ലേ? വയ്ക്കും കുട്ടികൾക്ക് ചോറ് ഉപ്പേരി. പിന്നെ അതാ ചക്കരക്കിഴങ്ങ് കണ്ടോ? മധുരക്കിഴങ്ങ് ഇന്നലെ അമ്മ ഇതിനെ വണ്ടിയിൽ കൂടെ വന്നിട്ട് വാങ്ങിയതാണ്. കണ്ടോ? ഇത് അനിയേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്കരക്കിഴങ്ങ്. അതുമല്ല രസേ. അനിയൻ എന്താ കുറച്ച് ഇവിടെ അടയ്ക്കണ്ടായിരുന്നേ. അത് കൊടുത്തിട്ട് തേങ്ങ വാങ്ങിയിട്ട് വന്നു. 6 തേങ്ങ കേട് വന്നു കേട്ടോ. 6 എണ്ണം. ഒരു തേങ്ങയ്ക്ക് 40 ഉറുപ്പ്യ വില കൂട്ടി നോക്കി. അങ്ങനെ 6 തേങ്ങ കേട് വന്നു. 40 ആണോ അതിൽ കൂടിയോന്ന് അറിയില്ല അല്ലമ്മ. തേങ്ങ കേട് വന്നൊക്കെ എവിടെ കിടക്കണേ? എന്നാലും ഇങ്ങനെ ഉണ്ടാവോ തേങ്ങ കേട് വരല്? ഇനി അവിടെ കടയിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തു നോക്കണം. അവർ കേട്ട ഭാഗം കൂടി നടിക്കില്ല. വാങ്ങാതിരിക്കില്ലല്ലോ. ഈ ആദ്യം വിലയുള്ള സമയല്ലേ? 10 രൂപ കിട്ടുന്നത് അവര് കളയില്ലല്ലോ. വലിച്ചെറിയാൻ നമ്മളല്ലേ അതെങ്കിലും ഉപകാരം പറയാം. ഇളനീര് പോലെ തിന്നാൻ പറ്റിയാച്ചാലും കുഴപ്പമില്ല ഏട്ടാ. ഇത് അതിനും കൂടി പറ്റില്ലേ. അപ്പോൾ അടുത്ത മാസം 28-ാം തീയതി നമ്മുടെ ഫംഗ്ഷന് വരണ്ടേ. അതിൽ നമ്മൾ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ നമ്പർ തരുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ നമ്പർ പബ്ലിക് ആക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ചാനലിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ കുറേ കോൾ വരും കേട്ടോ ഒരു ദിവസം. അപ്പോൾ നമ്മൾ പരമാവധി ചിലതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ചിലത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ തിരക്ക് കാര്യങ്ങളായതും കൊണ്ട് നമ്മൾ എന്താ കുട്ടികളുണ്ട് പറഞ്ഞാൽ വെച്ചാൽ അവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തെ അവരുടെ കയ്യിലായിരിക്കും ഫോണിക്ക്. പിന്നെ 10 മണിക്ക് ശേഷമാണ് കേട്ടോ അധികം കിട്ടുള്ളൂ. പിന്നെ 10 മണിക്ക് ശേഷം ഒന്നും ഞാൻ അങ്ങനെ സത്യം അറിയിച്ചാൽ ഫോണ് എടുക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണ് വാങ്ങിയിട്ട് നമ്മളൊരു സിം ഇട്ടിട്ട് ആ നമ്പർ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അധികം കുറേ പേർക്ക് വിളിച്ച് സംസാരിക്കണം കാര്യം ഇപ്പോൾ നടക്കും. അല്ലെങ്കിൽ കുട്ടികളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ കാരണം ഒരുപാട് പേര് ഓരോ അത്യാവശ്യങ്ങൾക്ക്
ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അതേപോലെ വിളിക്കുന്നുണ്ട്, വഴിയറിയാണ്ട് പുറപ്പെട്ടിട്ട് വിളിച്ചാൽ കിട്ടില്ല എന്നുള്ള ധൈര്യത്തിൽ വരികയും ചെയ്താലേ നമ്മുടെ. പെട്ടു. അപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ നമ്പർ എടുത്തിട്ട് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ നമ്പർക്ക് കുറേ കൂട്ടുകാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചിലർ വാട്സപ്പ് കോൾ ചെയ്യുന്നുണ്ട്, ചിലർ സാധാ കോൾ ചെയ്യുന്നുണ്ട്, എടുക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ പണിയാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളെക്കൊണ്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുക വെച്ചാൽ അത് സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്കല്ലേ ലാഭം ലേട്ടാ. ഞാനും ഏട്ടനും അവിടെ ഓരോരോ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ ഓരോന്ന് വൃത്തിയാക്കാനും പിന്നെ ഏട്ടൻ്റെ ഓരോ പണികൾ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനും സഹായിക്കാനും ഒക്കെ ചിലപ്പോൾ നിൽക്കും. അപ്പോൾ അത് കാരണം വിളിച്ചാൽ സംസാരിക്കാൻ പറ്റാറില്ല, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്താ വെച്ചാൽ എത്ര പേര് വരും എന്താന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് കഴിഞ്ഞു. പിന്നെ നമ്മളിനി ഇന്ന് പനിയനൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട്. ഇനി എന്താ നമുക്ക് അടുപ്പും കൂടിയും വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അടുക്കളയുടെ ആ ഒരു വശമല്ലേ, അപ്പോൾ അവിടെ ഒരു കുറച്ച് വശം ഒന്ന് കോൺക്രീറ്റ് ചെയ്യാണ്ട് കേട്ടോ. പിന്നെ കമ്പിയൊക്കെ താഴ്ത്തിയതിൻ്റെ അവിടെ നിന്ന് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, അതങ്ങനെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് ഇന്ന് ഒഴിവുണ്ട് പറഞ്ഞപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്, അതൊരു കാര്യമായില്ലേ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ 4 ഭാഗം വീടിൻ്റെ സൈഡ് 4 ഭാഗം പെയിൻറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ തിരക്ക് തീരുമൊന്നുമില്ല കേട്ടോ. ഏട്ടൻ പറയണ പോലെ അവിടുത്തെ തിരക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ തിരക്ക് തുടങ്ങും. അപ്പോൾ അത് ഇവിടുത്തെ തിരക്ക് തുടങ്ങും. അപ്പോൾ എന്താ നമുക്ക് വിശേഷങ്ങൾ അറിയണമെങ്കിലൊക്കെ മറ്റേതാകുമ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നോക്കുകയെ നിങ്ങളോട് എന്താ മറുപടി തരുമൊക്കെ ചെയ്യാമല്ലോ അല്ലേ. ഇതിപ്പോൾ ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും അമ്മ എൻ്റെ വർക്ക് വന്നിട്ടുണ്ട്, ഒരാളുടെ കഴിയുമ്പോഴേക്കും ഇപ്പോൾ കിച്ചു ഒരാഴ്ച സ്കൂളിൽ പോയിട്ടില്ല, അപ്പോൾ അവൻ്റെയൊക്കെ വർക്കുകൾ സിസ്റ്റർ എന്താ ഫോണിൽ ഇട്ടിട്ടുണ്ട്. കാരണം വേറെ കുട്ടികളുടെ നോട്ട് ബുക്ക് വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ വെച്ചാൽ അവർക്കും എഴുതാനും പഠിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇപ്പോൾ അത് അമ്മു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ പനിയായിട്ട് അമ്മു സ്കൂളിൽ പോയിട്ടില്ല. ഇനി അമ്മൂന് ഇഷ്ടം പോലെ എഴുതാണ്ടാവും. അതൊക്കെ 2 ആഴ്ച അവള് പിടിക്കും. മിണ്ടുമ്പോൾ പറയുക എന്താണെന്നറിയോ, അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. മിണ്ടുമ്പോൾ പറയുക അമ്മ ഞങ്ങൾക്ക് പഠിക്കാണ്ടേ. അപ്പോൾ നമ്മളെ പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എന്തിനാണ് നമ്മളാക്കണല്ലേ. അങ്ങനെ എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ പിന്നെയും പറയുന്നുണ്ട്, പറ്റണ കൂട്ടുകാർ വരണം കേട്ടോ. നമ്മൾ ഈ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ്. അല്ലാതെ നമ്മൾ പാല് കാച്ചലൊക്കെ കഴിഞ്ഞു, എന്താ അറിയാലോ നമ്മുടെ പാല് കാച്ചൽ എപ്പോൾ കഴിഞ്ഞതാണ്, ഓണ സമയത്ത് പാല് കാച്ചൽ കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് നമ്മളെ കാണണം, എല്ലാവരും വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. പറഞ്ഞതും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഇത്ര ചിലവരൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്തിന്റെ പുറമേണ് റിസ്ക് എടുക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകുമ്പോൾ പിന്നെ നമ്മള് റിസ്ക്കാന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും പറ്റില്ലാണ്ട് ഒഴിവാകാൻ പറ്റും. അങ്ങനെയായിട്ട് നമ്മൾക്ക് എത്രയോ പേര് എന്നും ഇട്ട് പറയാൻ തുടങ്ങിയത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം, പക്ഷെ നിങ്ങളെന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ ഒന്ന് കാണുകയും ചെയ്യാം, നമുക്ക് എല്ലാവരോടും ഒന്ന് കുറച്ച് നേരല്ലേട്ടാ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു സമയം അപ്പൊ പറ്റുന്നവര് കാണാം. തമ്മിൽ കാണാം. ഒരുപാട് പേര് പറഞ്ഞ ആഗ്രഹം പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ നല്ലൊരു അവസരം നമ്മൾ ഉണ്ടാക്കണ്ടേ. ഇപ്പൊ നമ്മള് പിന്നെ നാളെ വേറൊരു കാര്യത്തിന് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിത്തൊന്നും വിളിക്കാണ്ടില്ല. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അമ്മൂൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ വരികയാണ് പറഞ്ഞാൽ ദൈവം നമ്മൾ മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ വരികയാണ് പറഞ്ഞാലും എന്തായാലും ഒരു 8-9 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അവർ പഠിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് കാലം നമ്മുടെ വീട്ടിലിരിക്കട്ടെ. അപ്പോൾ അത് കാരണം വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മൾ നമ്പർ തരുമ്പോൾ അവരതിൽ നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്, എത്ര പേരാണ് വരുന്നതെന്നൊക്കെ നമ്മളോട് പറയണം കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി സന്തോഷമാവില്ലേ അല്ലേ? ഒന്നും കൂടി സന്തോഷമല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്യാം. അപ്പം നിങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തരാതിരിക്കാനും പറ്റില്ലല്ലോ. നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. പിന്നെ ഞങ്ങളുടെ 6 വർഷത്തെ കാത്തിരിപ്പാണ്. എന്താ ഇന്ദുചൂടൻ ഏതോ ഇതിൽ നരസിംഹത്തിൽ പറയുന്ന പോലെ 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമാണ്. ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? ഭക്ഷണം, പാർപ്പിടം, ഞാൻ വിചാരിക്കണമെന്ന് വെച്ചാൽ മനസ്സമാധാനം ആവുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഉണ്ടാവുന്നതുകൊണ്ട് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടൊരു കാര്യമില്ലല്ലോ അല്ലേട്ടാ, കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവർ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ പണി കഴിഞ്ഞൂലേ, എത്ര വർഷമായില്ലേ, നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് ഇതും വേണം, അതേപോലെ തന്നെ മനസ്സമാധാനം വേണം. ഇനി ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയണ്ടേ?
അപ്പോൾ എന്ത് വെട്ടിക്കളയണ്ടേ? ഈ വാഴയുടെ ഇതും ഇവിടെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടേക്ക് നമുക്ക് 2 സ്റ്റെപ്പ് വെക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഇങ്ങനെ കയറാം. പിന്നെ ഇതാ നമ്മൾ ഇവിടെ പൈപ്പ് വെച്ചു കേട്ടോ. ഒന്നല്ലേ നല്ല പ്ലംബിങ്ങിൻ്റെ പണി ചെയ്തിരുന്നു പറഞ്ഞില്ലേ? ഇതാ കണ്ടോ, നമ്മളിവിടെ പൈപ്പ് വെച്ചു. ഇവിടെ പൈപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഇവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെയ്ത പണികൾ കാണിച്ചു തരാം. ഇതാ ഇവിടെ നമ്മളൊരു വാഷ് ബേസിൻ വെക്കണം പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ പൈപ്പ് വെച്ചിട്ടോ കണക്ട് ചെയ്ത് സിങ്ക്. ഞാൻ ആദ്യം വിചാരിച്ച എങ്ങനെയാണെന്നറിയോ, ഇവിടേക്ക് ഇങ്ങനെ കൊട്ടത്തളം കെട്ടില്ല എത്ര നീളത്തിൽ, അങ്ങനെ നീളത്തിൽ കെട്ടാന്ന് പറഞ്ഞു. അനിയൻ വന്ന് ചോദിച്ചു നോക്കട്ടെ, ചോർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു വെച്ചാൽ അങ്ങനെ തന്നെ രീതിയിലായിരിക്കും ചെയ്യാട്ടോ. എന്നാൽ വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാമല്ലോ നമുക്ക് ഇവിടെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ട്. സിങ്ക് ആകുമ്പോൾ കുറച്ച് ചെറുതല്ലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കൊട്ടത്തളം ചെയ്യണ്ടല്ലോ വിചാരിച്ചു. ഇരട്ടിപ്പണി വേണ്ടാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ലാസ്റ്റ് ആകുമ്പോഴേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചിലവ് ചുരുക്കിയിട്ടുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതാ നമ്മൾ ഇവിടെയും ചെയ്തു കേട്ടോ. ഇവിടെ നമുക്ക് അമ്മിത്തറ കെട്ടണം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ അമ്മിത്തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും ഇവിടെ അമ്മിത്തറ കെട്ടും കേട്ടോ. ഈ ഭാഗത്ത് അമ്മിത്തറ കെട്ടും. ഇവിടെയും നമ്മൾ ഒരു പൈപ്പ് കൊടുത്തു. എന്താ ഇവിടെയും നമ്മളൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കന്ന് അന്തം പോയില്ലേ അറിയില്ലേ, എന്താ നേരെ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് കോരി വെച്ചാലും ചില സമയത്ത് നമ്മൾ കോരില്ലല്ലോ, മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നേരെ മോട്ടർ അടിച്ചിട്ട് നല്ല വെള്ളം എടുക്കാനുള്ള സംവിധാനം വെച്ചതാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ തുറക്കുമ്പോഴേക്കൊക്കെ തന്നെ വരും, ഉള്ള വെള്ളം വരിക. അതിന് ഇന്നലെ ചെയ്തതാണ് കേട്ടോ. അപ്പം ഇന്നലെ ഈ ഒരു ഭാഗം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഇത്ര രീതിയിൽ ഇതാണ്ടോ, ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്ട് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പൈപ്പ് കൊടുത്തു കേട്ടോ. ഇതാ ഇവിടെ നിന്നൊക്കെ വെള്ളം അങ്ങോട്ട് പോവാണ്ട രീതിക്ക്, ഇല്ലെങ്കിൽ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ ഇതാണ്ടോ, ഇത് അവരുടെ മതിലേക്ക് വെള്ളമാവുള്ളൂ. വെള്ളമായി കഴിഞ്ഞ വെച്ചാൽ സിമെൻറ്റും കട്ടയല്ലേ, അപ്പോൾ അത് പൊട്ടിപ്പോവില്ല കേട്ടാ. അങ്ങനെ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. തൊടിക്കൊക്കെ വെള്ളം വീഴും. അവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല കേട്ടോ, അവർക്ക് നേരെ കൂടുതൽ വീഴും അതിന് നെറുകിലായിരിക്കും. അപ്പം അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇനി ഒരു പൈസ ചിലവാക്കണ്ടേ. അപ്പം അത് വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഓക്കെ വെച്ചിട്ടുണ്ട്. ചപ്പ് ചവറ് കല്ലൊക്കെ തോണ്ടിക്കളയാൻ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഇന്നലത്തെ പണി ഇതായിരുന്നേ, ഇത് ചെയ്ത് വെച്ചു. അത് എന്താ വെച്ചാൽ ഇതൊരു ഉപകാരമായി. നമ്മൾ ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ, നമുക്ക് സഹായം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഇത് ചെയ്തു കേട്ടോ. അതാണ് ഇന്നലെ ചെയ്തിരുന്ന പണികൾ. പിന്നെ നമുക്ക് അപ്പുറത്ത് 2 പ്ലഗ് വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനും. അതിനി ഇപ്പോൾ എന്താണെന്നറിയോ ചെയ്ത് വെച്ചേക്കണത്, അവർ വരുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വിളിക്കണ്ടല്ലോ. അത് വിളിക്കണ്ടല്ലോ എന്ന് മാത്രമല്ല, അവിടെ നിലനേരാക്കണമെങ്കിൽ അതിൻ്റെ അടിയിൽ ആദ്യം ചെയ്തേക്കണ്ട അതിൻ്റെ നിലനേരാക്കി പിന്നീട് അത് ചെയ്യാൻ പറ്റില്ല. പോയിട്ടൊക്കെ പിന്നീട് വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകേണ്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വയ്ക്കുക. ഇനിയിപ്പോൾ അതാണ്ടോ ഇവിടുന്ന് എനിക്കുള്ള പണികളാണ് കേട്ടോ കിടക്കുന്നത്, കാണിച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് നമുക്കിതൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കത്തിക്കണം. കുറേ സാധനങ്ങളുണ്ട്. ഒഴിവ് കിട്ടുമ്പോൾ ഓരോ ഭാഗം വൃത്തിയൊക്കെ കേട്ടോ. ഇതൊക്കെ എടുത്ത് മാറ്റി വിടണം. പിന്നെ അതാ അവിടെ കണ്ടോ കവുങ്ങ് വെട്ടിയിട്ട് ആകെ ഇതാണ്ടോ കവുങ്ങൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ കണ്ടില്ലേ. ഈ കവുങ്ങൊക്കെ എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് ആ ഭാഗത്ത് കൊണ്ടുപോയിട്ടിട്ട് കത്തിക്കണം. പിന്നെ ഇവിടെ വൃത്തിയാക്കണം. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കാൻ ആകെ ഞങ്ങൾക്കുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണുള്ളൂ. ഇവിടെയൊക്കെ വൃത്തിയാക്കി നിരപ്പാക്കി കൊടുത്താലല്ലേ അവർക്കൊരു ഇതിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാനും പറ്റുള്ളൂ. പിന്നെ ഇവിടെയാണ് ആകെ എന്തെങ്കിലും കുറച്ച് സ്ഥലമുള്ളൂ നമുക്കുള്ളത്. അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സമയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ വിചാരിക്കണോടത്ത് കൂടെ അല്ല ഓരോ കാര്യം. സമയം നാളെ വരും. ഇങ്ങനെ പറഞ്ഞ സമയത്തൊന്നും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യില്ല. പിന്നെ ഈ ഒരു ഭാഗത്തെ പുളിയുടെ ഒരു കൊമ്പുണ്ട്, അത് വെട്ടണം. ഈ പറങ്കിമൂച്ചി അങ്ങനെ കിടക്കണില്ലേ, അത് വെട്ടണം. അതൊക്കെ പിന്നെ ഏട്ടൻ ചെയ്തോളൂ കേട്ടോ. അതിനൊന്നും പിന്നെ നമുക്കൊരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഇതാ ഇവിടെ മതിലൊന്നും ചെയ്യില്ല. എല്ലാവരും ചോദിച്ചിരുന്നു മതിൽ ചെയ്യണില്ലേന്ന്. മതിലൊന്നും ചെയ്യണില്ല കേട്ടോ. മതിൽ തേക്കാനും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നടക്കില്ല.
ഇത്രയുമിലായില്ലേ എന്താ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇനി ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയോ. അപ്പം ഇത്രയും വരെ ആയി തന്നെ ദൈവത്തിനോടും നന്ദി പറയണമല്ലോ ഏട്ടാ. ഇതും ഇല്ലാത്ത എത്ര പേരുണ്ട്. ഇതും ഇല്ലാത്തല്ല നമ്മൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ള കാര്യം അറിയാലോ. എൻ്റെ വീടൊക്കെ കിടക്കണ കണ്ടാൽ മതി നിങ്ങൾ. നമ്മളൊക്കെ ഇതൊക്കെ നമുക്ക് കൊട്ടാരമാണ്, കൊട്ടാരം സ്വർഗം പറയണ. നമ്മളെ ബാക്കി വേസ്റ്റ് കമ്പി വന്നിരുന്നു കേട്ടോ. ആ കമ്പിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ട, വേസ്റ്റ് ഒന്നല്ല ബാക്കി വന്നത്. ബാക്കിയല്ല വേസ്റ്റ് എന്നല്ല പറഞ്ഞത്. ചിലതൊക്കെ ചെറുതുകൾ കണ്ടോ ജോയിന്റ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പൊ അതെല്ലാം കൊണ്ട് ചെയ്ത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഹൈറ്റ് കുറവായി, അതേമാതിരി വീതി കുറവായി, അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. രണ്ട് ഡോർ ഒപ്പം തുറക്കാൻ പറ്റില്ലേ? സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ 2 ഡോർ ഒപ്പം തുറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തുറക്കാം, ഒന്ന് തുറന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വരിയത് അമ്മേ അതിനുള്ളതല്ലോ. അല്ല ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെയാണിത്. നല്ല ഐഡിയ അല്ലേ. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതെ, ഞാൻ ഈ സംഭവം നോക്കിയിട്ടില്ല കേട്ടോ. അത് അവർ വെച്ച് ചെയ്ത് പോയിട്ട് ഇത് നന്നായില്ലേ എടുത്ത് വെക്കാനൊക്കെ. നന്നായി. ഇതാരുടെ ഐഡിയ? അത് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ട് തൊട്ട് അങ്ങനെ ചെയ്യണതാണ്. ഇങ്ങനെയാണോ ചെയ്യാ? പിന്നെ എല്ലാ വീട്ടിലും ചെയ്ത് കൊടുക്കുക തന്നെയാണ് അത്. ചിലയിടത്ത് ഇങ്ങനെ ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഉള്ളിലല്ലേ വെക്കുക, സിലിണ്ടർ പുറത്താ വെക്കുക. അത് എല്ലാ വീട്ടിലും നമ്മൾ ചെയ്യുന്നത് തന്നെ. ഇത് കേട്ടത് ശരിയാ. കുറച്ചുകൂടെ തള്ളി വെക്കുക അങ്ങോട്ട്. ഇങ്ങോട്ടോ അടിക്കാം. ഇനി തള്ളി ഓടാമ്പോ തള്ളി വെക്കുക. ഇത് നമ്മുടെ ഉമ്മർത്ത് വെച്ച ഷീറ്റില്ലേ, ആ ഷീറ്റിൻ്റെ ബാക്കിയാണ് കേട്ടോ. എന്നാണ്ടോ ഈ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ അതിനൊരു മേൽക്കൂരി ഉണ്ടാക്കിട്ടോ. കമ്പിയില്ല, ബാക്കിൽ കമ്പിയില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്രേ വേണ്ടു. സാധനം ഇപ്പോൾ ഓരോരുത്തർ ഒതുങ്ങിയിരിക്കല്ലേ വേണ്ടുള്ളൂ. ഇതെന്തായാലും നല്ല ഉപകാരമായിട്ടോ. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഈ കുട്ടികൾ ചെറിയവരൊക്കെ ഉള്ളപ്പോഴേ നമുക്ക് അവിടെ തന്നെ ഗ്യാസ് കുറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസ് ഇങ്ങനെ തിരിച്ച് വെച്ച് പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫാക്കി ഇടുകയാണ് കേട്ടോ. അത് മാത്രമല്ല, സിലിണ്ടർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉള്ളി ഏറ്റിട്ട് ഉള്ളിൽ കിടക്കണ്ടല്ലോ. ഇതിവിടെ വെക്കാലോ എന്ന് വിചാരിച്ചു. 2 സിലിണ്ടർ ഇതിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്യാം. പക്ഷെ വാഴകൾ വളർന്നു വരുന്നുണ്ട്. അത് ഇതിൻ്റെ അടിയത്തെ മണ്ണെടുക്കണം. അതവര് തിരക്കിലൂടെ വെച്ച് പോയതാ. എന്നിട്ട് താഴ്ത്തി വെക്കുക അല്ലേ? അങ്ങനെ ചെയ്യണം. അത് എന്താ ഇതാണ്ടോ ഇവിടെ നമ്മുടെ വേസ്റ്റ് കുഴി ഇന്നലെ അവർ കളച്ച് ഇവിടെ ശരിയാക്കിയതാണ് കേട്ടോ. ഇനി ഇവിടേക്ക് മണ്ണിട്ടിട്ട് ഇവിടേക്കൊന്ന് ഫില്ലാക്കി ഇടണം. ഇനി അവിടുത്തെ വെള്ളത്തിൻ്റെ ആക്കാൻ ഇവിടെ ഒരു കുഴി ഒഴിക്കണം. കുഴികൾ തന്നെ ആയിരിക്കും തോന്നണല്ലേ? 4 കുഴികളല്ലേ. 4. ഈ സ്ഥലം ഇല്ലാത്തതിൻ്റെ നല്ലൊരു ബുദ്ധിമുട്ട് ചില്ലറ ഇല്ല പറഞ്ഞില്ലേ. ഇവിടെ ഇതടിച്ചപ്പോഴേക്കും ഇവിടെ വീണ്ടാക്കണോക്ക് കണ്ടില്ലേ? ഈ പാറപ്പൊടി എത്ര വേഗാലേ ഒരു വീട് കയറ്റി കുറച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് വെച്ചു. നമുക്ക് ഇവിടെ വെളിച്ചം കമ്മിയല്ല. വെളിച്ചം കിട്ടണ്ട രാത്രി. അത് വെച്ചിട്ടുണ്ടായിരുന്നില്ലാന്ന്. അതൊന്നും നമ്മൾ അന്ന് ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചു. ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കെട്ടുക. ഇവിടെ കെട്ടിയിട്ട് നമ്മുടെ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ട്, അത് ചെയ്യാണ്ട്, പിന്നെ അവിടെ കുറച്ച് കോൺക്രീറ്റ്. അത് പിന്നെ പണി കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും. എന്ത് മനസ്സിലാവാനാണ്? അതന്നെ. അപ്പോഴേ എന്താ ഇനി ഞാൻ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കണില്ല കേട്ടോ. പണിക്കാർ വരാറായി. അവർക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടട്ടെ. കഴിക്കാൻ കൊടുക്കില്ല, കഴിക്കാനുള്ളത് ഉണ്ടാക്കട്ടെ. കഴിക്കാൻ കൊടുക്കട്ടെ എന്നല്ല, കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇവർ വരുന്ന കാര്യം. രാവിലെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇനി എല്ലാം ആദ്യം തുടങ്ങണം. അപ്പം ഞാനേ വിശേഷം നിർത്തുക കേട്ടോ. ഇന്നലെയൊന്നും നമുക്ക് വിശേഷം ഇടാൻ പറ്റിയില്ല, ഇങ്ങനെ തിരക്കായതും കൊണ്ട്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.